നമുക്കറിയാമല്ലോ ഹുദൈബിയ സന്ധി, ഹിജറ 6 നടക്കുന്ന ഹുദൈബിയ സന്ധി. ഹിജറ 2 മുതൽ 6 വരെയുള്ള കാലഘട്ടങ്ങൾ യുദ്ധങ്ങളുടെ കാലഘട്ടം. അത് കഴിഞ്ഞു ഹുദൈബിയ സന്ധി ഹിജറ 6. എന്താ ഹുദൈബിയ സന്ധി? ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് മുശ്രിക്കുകളും മുസ്ലിങ്ങളും തമ്മിലുണ്ടാക്കിയ സന്ധി. ആ സന്ധിയുള്ള വ്യവസ്ഥകൾ വായിച്ചാൽ ഏകപക്ഷീയമാണ്, മുശ്രിക്കുകൾക്ക് അനുകൂലമാണ് സകല വ്യവസ്ഥയും എന്ന് തോന്നുന്ന രൂപത്തിലാണതിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകന്റെ സന്തത സഹചാരികളായിരുന്ന സഹാബിമാർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ പോലും ചോദിച്ചു, പ്രവാചകരെ, നമ്മൾ അള്ളാന്റെ ദീനിൽ തന്നെയല്ലേ? അതെ, പിന്നെ എന്തിനാ ഈ നാണം കെട്ട സന്ധിക്ക് നമ്മൾ തയ്യാറാക്കുന്നത്? പോരാടി മരിച്ചൂടെ? അതാണ് അവരുടെ ചോദ്യം. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എന്താ സന്ധി? ഒന്നാമത്തെ സന്ധി വ്യവസ്ഥ തന്നെ 10 കൊല്ലക്കാലത്തിന് യുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്ന്. അതാണ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ ചെന്നാൽ അവിടെ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയി ആരെങ്കിലും മക്കാ മുശ്രിക്കുകളിലേക്ക് ഇങ്ങോട്ട് വന്നാൽ അവരെ തിരിച്ചയക്കൂല, അവിടെ തന്നെ വെക്കും. ഏകപക്ഷീയായ സന്ധി എന്ന് പറയാൻ വേറെ എന്തെങ്കിലും വേണോ? ഇങ്ങനെയുള്ള സന്ധി വ്യവസ്ഥകൾ. പക്ഷേ സമാധാനത്തിന് വേണ്ടി റസൂലുള്ള സന്ധി വ്യവസ്ഥകൾ അംഗീകരിക്കുന്നു അള്ളാഹുവിന്റെ വഹി അനുസരിച്ച്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ചവൻ പറഞ്ഞ പോലെ തന്നെ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, പടച്ചവൻ പറഞ്ഞത് അതാണ്. ഈ സന്ധിയെ കുറിച്ച് ഖുർആനിലെ 48-ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹ് അവതരിപ്പിക്കുന്നത് അവിടെയാണ്. ബദർ കഴിഞ്ഞപ്പോ 313 പേർ, 1000-ത്തിലധികം വരുന്ന ആളുകളെ പരാജയപ്പെടുത്തിയപ്പോ പടച്ചവൻ പറഞ്ഞില്ല ഇതാ വ്യക്തമായ വിജയം വന്നിരിക്കുന്നു എന്ന്. ഉഹദ് കഴിഞ്ഞപ്പോ പറഞ്ഞില്ല, ഖന്തഖും ഹുനൈനും ഒന്നും കഴിഞ്ഞപ്പോ പടച്ചവൻ പറഞ്ഞില്ല. എന്നാൽ ആ സന്ധി കഴിഞ്ഞപ്പോ പടച്ചവൻ പറഞ്ഞു ഇതാ വ്യക്തമായ വിജയം. എന്താ വിജയം? ആ സന്ധി കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ ജൈത്രയാത്ര നടക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താ? ഈ സന്ധിയിലേക്ക് പോകുന്ന സമയത്ത് 2000-ഓളം സഹാബിമാരാണ് റസൂലുള്ളാഹിയുടെ കൂടെയുള്ളത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോ സന്ധ്യ നടക്കുമ്പോ ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2000-ഓളം സഹാബിമാരാണുള്ളത്. അവര് മക്കയിലെ 13 കൊല്ലവും മദീനയിൽ 6 കൊല്ലവും കഴിഞ്ഞപ്പോൾ ഉള്ളത് 2000-ഓളം സഹാബിമാരാണെന്നർത്ഥം. എന്നാൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഹിജറ 8-ൽ 2 വർഷത്തിനകം മക്ക വിജയം നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10,000-ഓളം സഹാബിമാരാണുള്ളത്. ആ മക്ക വിജയം കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷം ഹിജറ 10-ൽ റസൂലുള്ളാഹിയുടെ അന്തിമ പ്രസംഗം നടക്കുന്ന സമയത്ത് ഹജ്ജത്തുൽ വിദാഇൽ 1,44,000-ഓളം വരുന്ന സഹാബിമാരാണുള്ളത്. ഈ സന്ധിയുടെ സമാധാനത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ശക്തമായി വിജയിക്കുകയായിരുന്നു, ശക്തമായി പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു. അടുത്ത പ്രദേശങ്ങളിലേക്ക് കത്തുകൾ എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗത്യ സംഘങ്ങളെ അയച്ചു. എന്തിന്? ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടി. ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്നു. പടച്ചോൻ പറഞ്ഞു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന വചനം. പടച്ച തമ്പുരാൻ ഇതാ അള്ളാഹു നൽകിയിട്ടുള്ള വിജയത്തെക്കുറിച്ച്, ആ ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്ന അവസ്ഥയെക്കുറിച്ച് പടച്ചവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. യദ്ഖുലുന്നാസ അഫ്വാജ എന്ന് പറയുന്ന വചനം. കൂട്ടം കൂട്ടമായി ജനങ്ങൾ കടന്നു വരുന്ന ആ അവസ്ഥാവിശേഷം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സന്ധിയുടെ കാലഘട്ടം ഇസ്ലാം യുദ്ധത്തിന് വേണ്ടിയുള്ളതല്ല, ഇസ്ലാം സമാധാനത്തിന് വേണ്ടിയുള്ളതാ. യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാ? ഈ ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടി. അങ്ങനെയുള്ള ഇസ്ലാമിനെയാണ് ഭീകരതയായി ആരോപിക്കുന്നത്. ഇനി ഈ ഭീകരത ആരോപണത്തിന് പിന്നിലുള്ളത് എന്താണ്? നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കുരിശ് യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ 2 തലങ്ങളിലായിരുന്നു. ഒന്നാമത്തേത് പൗരോഹിത്യമാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിലുള്ള ദല്ലാളന്മാരായി ചമയുന്ന പൗരോഹിത്യം. ആ പൗരോഹിത്യം ആൾ ദൈവങ്ങളുടെ, മനുഷ്യ ദൈവങ്ങളുടെ, അതേപോലെ തന്നെ വിഗ്രഹങ്ങളുടെ, ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദല്ലാളന്മാരായി ഇടയിലുള്ള ദല്ലാളന്മാരായി ചമയുന്ന പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുമുള്ള ഇസ്ലാമിക ആദർശം അവർക്ക് കടന്നു ചെല്ലുവാനുള്ള മേഖല പൂർണ്ണമായും നിഷേധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിന് ഇസ്ലാമിനോട് വിരോധമുണ്ടായി.
ഇസ്ലാമിനോട് വിരോധമുണ്ടായി. കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ, ആളുകൾ മനസ്സിലാക്കിയാൽ മനുഷ്യരുടെ ബുദ്ധിയെയും ഭക്തിയെയും ഒരേപോലെ സംതൃപ്തമാക്കുന്ന ഇസ്ലാമിക ആദർശത്തിലേക്ക് ആളുകൾ കടന്നു വരും. അപ്പോൾ തങ്ങളുടെ സ്വാഭാവികമായും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നവർക്ക് മനസ്സിലായി. രണ്ടാമതായി ഭൗതികതയുടെ ആളുകളായിരുന്നു, മാർക്കറ്റിന്റെ ആളുകൾ, ഇന്ന് നമ്മൾ മുതലാളിത്തം എന്ന് വിളിക്കുന്ന ആളുകൾ. അവർക്ക് മനസ്സിലായി ഇസ്ലാമിക ആദർശം ജനസമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയാൽ അത് പള്ളികളിൽ ഒതുങ്ങുന്ന മാറ്റമാവില്ല. അത് സമൂഹത്തിലേക്ക് വരും, മാർക്കറ്റിലേക്ക് വരും, വസ്ത്രത്തിലേക്ക് വരും, ജീവിതത്തിലേക്ക് വരും. കുടിക്കേണ്ടത് എന്തെന്ന് ഇസ്ലാം തീരുമാനിക്കും, ഉടുക്കേണ്ടത് എന്തെന്ന് ഇസ്ലാം തീരുമാനിക്കും, എങ്ങനെ ഉടുക്കണമെന്ന് ഇസ്ലാം തീരുമാനിക്കും, എന്ത് പറയണമെന്ന് ഇസ്ലാം തീരുമാനിക്കും, എങ്ങനെ സമ്പാദിക്കണമെന്ന് ഇസ്ലാം തീരുമാനിക്കും. പിന്നെ നമ്മുടെ ചൂഷണത്തിന് എന്ത് വകയില്ല. അവിടെ ഒരു ഐക്യ സംഘം ഉണ്ടാവുകയാണ്, ഒരു യോജിപ്പുണ്ടാവുകയാണ്, അവിടെ ഒരു സോളിഡാരിറ്റി രൂപപ്പെടുകയാണ്. ആരുടെ? ഇസ്ലാം വിരുദ്ധരുടെ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ നൂറ്റാണ്ട് ആരംഭിച്ചപ്പോ, ലോകത്ത് ശാസ്ത്ര വിപ്ലവത്തിന്റെ, ബൗദ്ധിക വിപ്ലവത്തിന്റെ നൂറ്റാണ്ട് തുടങ്ങിയപ്പോ, ആ സമയത്ത് ലോകത്തിന്റെ ഗതിയെ നിരീക്ഷിച്ച ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഈ ലോകം ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇസ്ലാമായിരിക്കും ലോകത്തിന്റെ ദിശണയെ നയിക്കുന്ന ആദർശം എന്ന കാര്യം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞതാണ്.